ജോ ബൈഡർക്ക് ന്യൂയോർക്കിൽ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒരിക്കൽ അദ്ദേഹം അർണോൾഡിനെ അവിടെ കൊണ്ടുപോയി. ആ സമയത്താണ് അർണോൾഡ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് ഈ പഴയ സാധനങ്ങൾ, ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു പണിയുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് സാധനങ്ങൾ ആ അപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ അർണോൾഡിന് കൊടുത്ത റൂമിൽ തന്നെ അവിടെ ഒരു ചെയർ ഇരിപ്പുണ്ട്, ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള ഒരു ചെയർ. ജോ ബൈഡർ പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത അറിയോ? ഇല്ല. ഇത് നെപ്പോളിയൻ്റെ കാലത്ത് നെപ്പോളിയൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സാധനമാണ്. അതിൽ അരയന്നങ്ങളുടെ രൂപം കൊത്തുപണി ചെയ്തിരിക്കുന്നുണ്ടോ? ആ, കണ്ടു. അത് നെപ്പോളിയൻ്റെ വൈഫ് ജോസഫിൻ്റെ ഒരു എംബ്ലമാണ്. ഇന്നൊക്കെ ഇതിന് ഒരുപാട് വിലയാണ്. അങ്ങനെ അതുവരെ അർണോൾഡിൽ ഇല്ലാത്തൊരു അറിവാണ് അവിടെ കിട്ടുന്നത്. അദ്ദേഹം പഴയ സാധനങ്ങൾ പഴയ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കുറേ കാലം കഴിയുമ്പോൾ ഈ പഴയ സാധനങ്ങൾക്ക് വില കൂടും. കുറച്ച് കാലത്തേക്കൊക്കെ വില കുറഞ്ഞു വരും. പിന്നീട് അതിന് വില കൂടുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരുപാട് കാലപ്പഴക്കമുണ്ട്, അതുകൊണ്ട് വലിയ ബലമൊന്നും ഉണ്ടാവില്ല. നിന്നെപ്പോലെ ഇത്രയും ബോഡി വെയിറ്റുള്ള ഒരാൾ അതിലിരുന്നാൽ അത് തകർന്നു പോകും, അതുകൊണ്ട് ഒരിക്കലും അതിലിരിക്കരുത്. പക്ഷെ അന്ന് തന്നെ വൈകുന്നേരം രസകരമായൊരു സംഭവം ഉണ്ടായി. അർണോൾഡ് റൂമിൻ്റെ അകത്ത് കയറി കിടക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് പാൻസ് അഴിച്ചു. പാൻസ് അഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ബാലൻസ് തെറ്റി കറക്റ്റ് ആ ചെയറിൻ്റെ മേലെ വീണു. ചെയർ പീസായി അവിടെ കിടന്നു. മെല്ലെ പരിങ്ങി പുറത്തിറങ്ങി ജോ ബൈഡറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അതെ ചെയർ പൊട്ടിപ്പോയി. ജോ ബൈഡർ തിരക്കിട്ട് ഓട്ടി വന്നു, ഒക്കെ നോക്കി പൊട്ടിത്തറഞ്ഞ് നടക്കുന്നു. കുറെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു അർണോൾഡിന്. അന്ന് പക്ഷെ അവർ മനസ്സിലുള്ള കാര്യം പരസ്പരം പങ്കുവെക്കുകയാണ്. അർണോൾഡ് പറഞ്ഞു, ഞാൻ US എത്തിയപ്പോൾ തൊട്ട് അങ്ങേ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായി, മകനെ പോലുള്ള ഞാൻ വീണു, എനിക്കെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നില്ല, ആ ചെയറിന് പറ്റിയതാണ് അങ്ങേക്ക് ഏറ്റവും വലിയ കാര്യമല്ലേ. പെട്ടെന്ന് ജോ ബൈഡർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, പിന്നെ അദ്ദേഹത്തെ അങ്ങ് കെട്ടിപ്പിടിച്ചു, ഒരച്ഛൻ മകനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ.